സർ, ഇപ്പോൾ അഡ്മിയ ഇന്റർനാഷണൽ അക്കാദമി ഒരു ബിസിനസ് അല്ലെങ്കിൽ പ്രോഫിറ്റ് ഈ ഒരു ചിന്തയിലല്ലാതെ എന്താണ് ഒരു ഗുഡ് എക്സ്പീരിയൻസ് എന്താണ് സാറിന് തോന്നിയിരിക്കുന്നത്? ഇപ്പോൾ ആക്ച്വലി പറയുകയാണെങ്കിൽ ഇപ്പം 1000 പരം കുട്ടികൾ നമ്മുടെ അഡ്മിയ ഇൻ്റർനാഷണൽ അക്കാദമിയിൽ നിന്ന് പഠിച്ച് പാസ്സായിപ്പോയി പല രാജ്യങ്ങളിലും ജോലി ചെയ്യുന്നുണ്ട്. ഓക്കെ, അവരൊക്കെ വിളിക്കുക അല്ലെങ്കിൽ വിളിച്ച് പറയുക അല്ലെങ്കിൽ വന്ന് നമ്മളെ കാണുക എന്ന് പറയുമ്പോൾ ഒരു നേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഫാമിലി രക്ഷപ്പെടുക അല്ലെങ്കിൽ അവരുടെ ഫാമിലി രക്ഷപ്പെടുക, അതിനാണ് എബ്രോഡ് പോയി എല്ലാവരും ജോലി ചെയ്യുന്നത്. അപ്പം നമ്മുടെ നാട്ടിലെ സാലറി സിസ്റ്റം കുറച്ച് കുറവായതുകൊണ്ട് അതാണ് ഏറ്റവും വലിയ ബേസ് നമ്മൾ പഠിച്ച് പോകുക എന്നുള്ളത്. അപ്പോൾ അവർ പോയി കഴിഞ്ഞിട്ട് അവരുടെ ഹസ്ബൻഡിനെ കൊണ്ടുപോവുക, കുട്ടികളെ കൊണ്ടുപോവുക, അവരുടെ മാതാപിതാക്കളെ കൊണ്ടുപോവുക, അതൊക്കെയാണ് അവരുടെ എയിം. അപ്പോൾ അവർ വന്ന് നമ്മളോട് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷമുണ്ട്, അത് ഏറ്റവും വലിയൊരു ഇതാണ്. ഓക്കെ, അപ്പം അങ്ങനെയാണ് നമ്മുടെ കാര്യങ്ങൾ. പിന്നെ അതുപോലെ തന്നെ അവർക്ക് നമ്മൾ ഏറ്റവും ചെയ്യുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കുറഞ്ഞ ചിലവിൽ അവരെ പഠിപ്പിച്ച് അവർക്ക് അവരുടെ എന്താ പറയുക അവരുടെ ലൈഫ് നല്ല രീതിക്ക് കൊണ്ടുപോകുക, അതാണ് നമ്മൾ മെയിനായിട്ട് നോക്കുന്നത്. ഓക്കെ, അവർക്ക് വലിയ കടബാധ്യയാകാതെ വലിയ കടബാധ്യയാകാത്ത രീതിയിലുള്ള പഠന ചെലവുകൾ നിർത്തിക്കൊണ്ടാണ് ഞങ്ങൾ അഡ്മിയ ഇൻ്റർനാഷണൽ ഇപ്പോഴും നല്ല ചെറിയൊരു ഫീസിൽ ഇട്ടാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു മോർണിംഗ് ഒരു 8:30 തൊട്ട് ഒരു 6:30 വരെ ക്ലാസ് ഉണ്ട്. അപ്പോൾ ഡ്യൂട്ടി അഡ്ജസ്റ്റ് ചെയ്ത് വന്ന് പഠിക്കുന്നവർക്ക് പഠിക്കാം. ആ ടൈമിൽ നമ്മൾ ഇൻഡിവിജ്വൽ അറ്റൻഷനും കൊടുക്കും, ചെറിയൊരു ഫീസിൽ നമ്മൾ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കും. അതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള എയിം. അതും കുറഞ്ഞ കാലയളവിൽ 3 മാസത്തിനുള്ളിൽ തന്നെ മിക്ക കുട്ടികളും പഠിച്ച് വിൻ ചെയ്യുന്നുണ്ടെന്നുള്ളത് ഉറപ്പായിട്ടും 3 മാസം നമുക്ക് നമ്മുടെ ക്ലാസ് അറ്റൻഡ് ചെയ്ത് ഉറപ്പായിട്ടും ഓൺലൈൻ ആയാലും ഓഫ്ലൈൻ ആയാലും അവർ പാസ്സാവും.